യാത്രക്കാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് വലത്തോട്ടുള്ള ബസ് ഇടത്തോട്ട് പോയി, ഇടത്തോട്ടുള്ള ബസ് വലത്തോട്ട് പോയി, മറ്റേ ബസ് കട്ടപ്പുറത്തിരിക്കുന്നു എമ്മാതിരി ക്ലീഷേ അനൗൺസ്മെന്റ് ഈ ബസ് സ്റ്റാൻഡിൽ അനുവദിക്കുന്നതല്ല. ബസിന്റെ കോഡ് വായിക്കാൻ അറിയാവുന്നവർ ദയവായി കിട്ടുന്ന ബസ് കയറി വീട്ടിലേക്ക് പോകണം. അല്ലാത്തവർ ബെഞ്ചിലോ ഡെസ്കിലോ സ്റ്റാൻഡിൽ കിടക്കണം. ടിൻ 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 ബൈ കോഫി ചെയ്ത് ഇവിടെ കൊടുക്കും. സുന്ദരി ഹലോ, ഞാൻ പെൺവേഷം കെട്ടി നടന്ന ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? ഒരു പൂച്ചക്കുട്ടി പോലും തിരിച്ചറിയുന്നില്ല. എന്താ പറഞ്ഞ്? സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, ബാക്കിയുള്ള ആണുങ്ങൾ പണിയെടുത്ത് കുടുംബം നോക്കണം, സ്ത്രീകൾക്ക് മാത്രം സൗജന്യ യാത്ര. ഞാൻ ഈ ഡ്രസ് ഇട്ട് കേരളം ഒട്ടാകെ സഞ്ചരിക്കും. ഇതെന്റെ പ്രതിഷേധമാണ്, പ്രതിഷേധം. ഞാൻ ഇവിടെ ഇത് ഇങ്ങനെ ഇരിക്കുള്ളൂ, ഞാൻ അങ്ങനെ ശരിയാവുള്ളൂ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പരത്തുമ്പിൽ സും സും ചൂളം മൂളാൻ വാ. സുൻ സുൻ സുന്ദരി തുമ്പി ചെം ചെം ചെമ്പകക്കൊമ്പിൽ. എവിടെയോ കണ്ട് നല്ല പരിചയം. ഞാൻ ആദ്യമായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡിൽ വരുന്നത്, കണ്ടിട്ടുണ്ടാവില്ല. അല്ല, ബാംഗ്ലൂർ ബസ് പോയോ? അക്വസ്റ്റാർ പാത്തുകളും ക്ലാമ്പുകളും. Aquastar rainwater pipes. മറ്റെല്ലാം ചുമ്മാ. എവിടെ? ബാംഗ്ലൂർ ബസ്. ബാംഗ്ലൂർ പോയോ? അത് ആ ബസ് ഇവിടെ അല്ല വരുന്നത്, അത് കുറച്ച് അപ്പുറത്ത് മാറിയാണ്. ലോങ് ബസ് എത്ര ഉണ്ട് ഇവിടെ? ലോങ് ബസ് എന്തല്ലോ? ലോങ് ബസ്, ലോങ് ബസ് ദൂരോട്ടുള്ള അത് കോയമ്പത്തൂർ ബസ് ഒക്കെ ഇവിടെ നിർത്തും. ബാക്കിയുള്ളതൊക്കെ വേറെ വേറെ സ്ഥലങ്ങളിലാണ്. എൻക്വയറിയിൽ അന്വേഷിച്ചറിയാം. താങ്ക് യു മാഡം. എവിടെ കണ്ട? പുള്ളിക്കാരത്തേക്ക് എന്തോ ഡൗട്ട് അടിച്ചിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന പ്രശ്നമാണ്, അതൊക്കെ എസ്കേപ്പ് ആവാം. നിന്നെ നാലാള് കാണുക വീട്ടിൽ ഞാൻ നിന്നെ ഒന്ന് ശരിപ്പെടുന്നു നോക്കിയോ. നാലാള് കാണുമ്പോ കുടുംബം ഇടിക്കാൻ നിങ്ങളുടെ ചെങ്കള മാധവനാണ്. പെമ്പിളാരെ നീ ഈ വഴിക്ക് വഴി നടക്കാൻ സമ്മതിക്കത്തില്ല മാന്യമായിട്ട്. ചെരിപ്പൂരി പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഇപ്പൊ എന്നെ രണ്ടടി അടിക്കണം, അത്രയല്ലേ? ആ മൂത്രപ്പേരുടെ സൈഡിൽ പോയി രണ്ടടി അടിച്ചിട്ട് പോയിക്കോ. എന്തിന് ഇത്രയും ബഹളം? മനസ്സിലാക്കും എന്തിനാ ബഹളം വെക്കുന്നത്. മാന്യമായിട്ട് മര്യാദക്ക് ഇതുവഴി നടന്നോണം. അല്ലെ നിന്നെ ഉണ്ടല്ലോ പിള്ളേരെ കണ്ട് നോക്കണം, അങ്ങോട്ട് എടുത്തിട്ട് പെരുമാറിക്കളയും. ഓക്കെ ഓക്കെ, നമുക്ക് പോവാം. ഏത് കേസ് ഇത്? രാവിലെ സൈറ്റ് അടിച്ചതിന് ആ പെണ്ണ് ചെരിപ്പൂരി അടിച്ച് അവള് വരാൻ സാധ്യതയില്ല. ഇത് ഏതാണ്? പൊക്കം കഴിഞ്ഞ അല്ലല്ല, മെസ്സേജ് അയച്ചാലോ? അല്ലല്ലോ, അതിന് വരാൻ കിടക്കണ വീഡിയോ കോൾ ചെയ്തേണോ? ആണല്ലോ. അതെ 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 അതെ. അല്ല, ഇന്നൊരു തീരുമാനം ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുള്ളൂ. ഞാൻ പറഞ്ഞിട്ടുണ്ടോ ആ പരിപാടി നടക്കൂല. എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എന്തിന്റെ നഷ്ടപരിഹാരം? ഞാൻ നിങ്ങളെ ബസ്സിലാണ് യാത്ര ചെയ്തത്, അതുകൊണ്ട് അതിനോട് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എന്ത് തടിക്ക് ഞാൻ ബാലൻസ് വല്ലതും തരാനുണ്ടോ? ബാലൻസ് പൈസയൊക്കെ തന്നെ അതും കൂടെ അടിച്ചോണ്ട് പോയെന്ന്. ആരടിച്ചോണ്ട് പോയി? നിങ്ങളെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എന്നെ പോക്കറ്റ് അടിച്ചത്. അതുകൊണ്ട് ഞാൻ എന്താ വേണോന്ന്? ഇന്ന് രാവിലെ നിങ്ങളെ ബസ്സിൽ ഞാൻ യാത്ര ചെയ്തപ്പോൾ ഒരു പെൺകുട്ടിയെ സൈറ്റ് അടിച്ചപ്പോൾ നിങ്ങളെ നാട്ടുകാരെ കുട്ടി എന്നെ അടിച്ചില്ലേ? അടിച്ചു. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ബസ്സിൽ യാത്ര ചെയ്ത യാത്രക്കാരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞു. അതെ. അപ്പൊ നിങ്ങളുടെ ബസ്സിൽ യാത്ര ചെയ്തപ്പോൾ എന്റെ ബസ് പോക്കറ്റ് അടിച്ച് എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. ഞാൻ ചോദിക്കട്ടെ, താൻ എന്തിനാണ് ഈ ഡെയിലി മെഡിക്കൽ കോളേജ് ബസ്സിൽ വരുന്നത്? ഞാൻ എന്റെ അമ്മയെ കാണാൻ വേണ്ടിയിട്ടാണ് ഡെയിലി ബസ്സിൽ വരുന്നത്. എനിക്ക് അമ്മയില്ലാതെ വേറെ ആരുമില്ല. അല്ല, തന്റെ അമ്മ എവിടെയാ? എന്തുകൊണ്ടാ പൊരുവേലത്തുനിന്ന് ലോട്ടറി കച്ചവടം നടത്തുന്നത്? ഇടച്ചിരിക്കുന്നു പാവമ്മ. എടോ, തനിക്ക് നാണം ഉണ്ടോടോ? തനിക്ക് നാണം ഉണ്ടോടോ? ഒരു വെയിലത്ത് ആ പാവം പിടിച്ച സ്ത്രീയെ പിടിച്ച് അവിടെ നിർത്തിയിട്ട് ഇവിടെ വന്ന് തണലത്ത് നിൽക്കാൻ. എന്നിട്ട് ഞാൻ അമ്മയെ നോക്കിക്കൊണ്ട് നിൽക്കാന്ന്. അല്ല, അമ്മ ഇവിടെ നിന്ന് ലോട്ടറി കച്ചവടം നടത്താൻ ഞാൻ ഇവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. തനിക്ക് അപ്പൊ പിന്നെ അവിടെ പോയി നിന്ന് ലോട്ടറി കച്ചവടം നടത്തിയിട്ട് അമ്മയെ പിടിച്ച് ഇവിടെ ഇരുത്തി കൂടെ? എനിക്ക് സൺബേൺ ആവും. സൺബേൺ അതുകൊണ്ട് അമ്മ കഴിഞ്ഞ മാസം മൊത്തം ലോട്ടറി വിറ്റ പൈസ കൊണ്ട് ഞാൻ ബ്യൂട്ടി പാർലറിൽ പോയി മറ്റേ ലൈറ്റ് ഒക്കെ കത്തിച്ച് ഹൈഡ്രോജൻ ഫേഷ്യൽ ചെയ്ത് വന്നിരിക്കും. എന്തൊരു ഫേഷ്യൽ? മറ്റേ LED ലൈറ്റ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് പെമ്പിളർ ഇങ്ങനെ വെച്ച് ആക്കൂല, ആ ഒരു സാധനം. അത് ഹൈഡ്രാ ഫേഷ്യൽ. ആ, അതെ അതെ അതെ.
ഞാനോ? 2 ടീഷർട്ട് ഉണ്ട്, വള്ളിയൊക്കെ ഉണ്ട്. തനിക്ക് എന്താടോ? ഇത് തലയിൽ കൂടെ എങ്ങനെ ഇടാം? എന്തോ ചെയ്യും? എന്നെ കല്യാണം കഴിക്കുവോ? അയ്യോ, തന്നെ കല്യാണം കഴിക്കുന്നതിനേക്കാൾ കാലത്ത് ഞാൻ വല്ല ബസ്സിന്റെ അടിയിൽ തല വെക്കുന്ന എന്നെ കല്യാണം കഴിക്കണം. നമ്പർ വരുമോ? നമ്പർ എന്റെ കയ്യിൽ നിന്ന് വല്ലതും മേടിക്കുന്ന. ഒരു കാര്യം ചെയ്യ്, 10 രൂപയ്ക്ക് എന്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്താൽ മതി. എന്നിട്ട് സ്ക്രീൻഷോട്ട് എന്റെ വാട്സാപ്പിൽ അയച്ചു തന്നാൽ മതി. നമ്പർ തരണ്ട. ഇതുപോലുള്ള കുറെ നമ്പർ ഞാൻ കേട്ടിട്ടുണ്ട്. ആ നമ്പർ ഒന്നും എന്റെ അടുത്തോട്ട് ഇറക്കണ്ട. പറഞ്ഞ മനസ്സിലായ? ഗൂഗിൾ പേയിൽ മെസ്സേജ് അയച്ചാലാ? അമ്മയെ നോക്കി കിടക്കാം. കുറെ നേരം കൊണ്ട് നിന്ന്. എന്റെ അമ്മ. ഇവിടെ ഉള്ളതല്ല. ഹലോ, ഹായ്. What he want? What he want? വെമ്പായത്താണോ വീട്? Bloody bounce. Don't talk. Shall I rewind something? It is quite unbeknownst. I would give what a day to give me how is license. Shut up, your mouth. സ്പോക്കൺ ഇംഗ്ലീഷിന്റെ പുസ്തകം വിഴുങ്ങി. അല്ല, ഞാൻ എവിടെ പോണെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. എങ്ങോട്ടെങ്കിലും I am going to Bangalore. My education is Bangalore. What do you want? Don't talk, don't talk. എന്റെ അമ്മ ലോട്ടറി നാളെയാണ് അത് നോക്കാൻ മോൻ. അമ്മ ഡെയിലി ആട്ടാ വള്ളിയൊക്കെ ഉണ്ട് കേട്ടോ. പത്തറുപത് വർഷത്തെ പഴക്കമുണ്ട്. എന്നാലും നീ എന്നെ വിട്ട് പോയില്ല. നീ ഇവിടെ പോയിടി. നീ ഇല്ല, എനിക്ക് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് കേട്ടാ. എവിടെ പോയാലും തിരിച്ചു വരണേ നീ കേട്ടാ. എന്താ എന്റെ ഭാര്യയെ കാണാനില്ല. ഒരാഴ്ച വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട്. ഒരാഴ്ചയായിട്ട് നിങ്ങൾ അന്വേഷിച്ചില്ല? ഞാൻ വിചാരിച്ച അപ്പുറത്തെ വീട്ടിൽ സംസാരിച്ചോണ്ടിരിക്കായിരിക്കും. അല്ല, ഒരാഴ്ചയൊക്കെ സംസാരിച്ചോണ്ടിരിക്കുവോ? ചിലപ്പോൾ 1 മാസം സംസാരിക്കും. അങ്ങനെ സംസാരപ്രിയാണ് അവള്. ആണോ? എവിടെ പോയെന്ന് പറഞ്ഞ? എവിടെ പോയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ചോറ് വേണോന്ന് ഞാൻ പറഞ്ഞു. പറയാം. അത്രേ ഞാൻ പറഞ്ഞോളൂ. അപ്പൊ തന്നെ ഇറങ്ങി അങ്ങ് പൊക്കളഞ്ഞു. അല്ല, എന്നാലും നമ്മൾ ചോറ് കഴിക്കുന്ന സമയത്താണ് ചോറ് വേണോന്ന് പറയുന്നത്. എന്നാലും നിങ്ങൾ എത്ര മണിക്ക് ചോറ് വേണോന്ന് പറഞ്ഞത്? രാത്രി 1 മണിക്ക്. അപ്പൊ അത്രയും നേരം നിങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? ഞാൻ ഒന്നും ചെയ്തില്ല, അവളാണ് ചെയ്തുകൊണ്ടിരുന്നത്. എന്താന്ന്? മൊബൈലിൽ റീൽസും കണ്ടോണ്ടിരുന്നു. ഈ ഫോൺ തറ വെച്ചാലല്ലേ എനിക്ക് ചോറ് കഴിക്കാൻ പറ്റും. ചോറ് കോരാൻ പറഞ്ഞപ്പോ അപ്പൊ തന്നെ ഇറങ്ങി പൊക്കളഞ്ഞു. എവിടെ പോയാന്തോ ബോർഡക്കാര് മറച്ചു വെച്ചത്. എന്റെ ഭാര്യ കാണാൻ. നോ പ്ലീസ്, Don't talk. അല്ല, ഇത് ഉണ്ടാന്ന് അറിയാൻ വേണ്ടി. അതാണ് എന്റെ ഭാര്യ. എവിടെയെങ്കിലും കണ്ടെങ്കിൽ പറയണം കേട്ടോ. ഇല്ലണ്ണ, ഞാൻ കണ്ടിട്ടില്ല. പാവം നല്ല ചേച്ചി കേട്ടോ. കഷ്ടം. No, please. No, please.